ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ ഒരു തൊടുകുറി ശാസ്ത്രം എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത്. എത്രത്തോളം വാസ്തവമായ കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടുവാനുള്ള പ്രചോദനവും. ഇനി നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ സ്ക്രീനിൽ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ശാസ്ത്രമല്ല, സത്യമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ പിന്നിലുള്ള ഫലങ്ങളും അത്രത്തോളം പ്രയോജനപ്രദവും പ്രാധാന്യമുള്ളതുമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ. ഉത്സാഹത്തോടെ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുവാനും സാധ്യത കൂടുതലുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേത്. ജോലിസ്ഥലത്തോ പൊതുസമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ ഒരുവിധം എല്ലാവർക്കും സാധിക്കുന്നതാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് ഭംഗിയായി നിർവഹിക്കാൻ അത്യന്തം പ്രയത്നിക്കുന്നവരാണ്. ശോഭനമായ ഭാവിയും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയവും സുനിശ്ചയമാണ്. മനസ്സ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ഒരുവിധം സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിരുന്ന ആളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരുവിധം എല്ലാ പാഠങ്ങളും നിങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഠിനമായി പ്രയത്നിക്കുവാൻ എപ്പോഴും മനസ്സ് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അലസമായി ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. സഹജീവികളോട് വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ. രാഷ്ട്രീയ മേഖലയിലൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നവർ കൂടിയാണ്. നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങളിലൂടെ നൽകാറുള്ളൂ. ജീവിതത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഏത് തകർച്ചയിൽ നിന്നും പടിപടിയായി കരകയറാൻ ഒരു പ്രത്യേക ശേഷി നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവർ മുഖേന ചെറിയ രീതിയിലുള്ള ചതിപ്രയോഗങ്ങളിലൊക്കെ ചെന്നുപെട്ടവരാണ് നിങ്ങൾ. കാണുന്നവരെ വളരെ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രകൃതം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. അത് പലതരത്തിലുള്ള ദോഷകരമായി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അതും വൈകാതെ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ശത്രുശല്യം നിങ്ങൾക്കുണ്ട്. ഏതു കാര്യത്തിലും തുടക്കത്തിൽ ചെറിയ മുടക്കമൊക്കെ കാണിക്കാറുണ്ട്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ് പലതും. മാനസികമായ സന്തോഷം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ആഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. വിദേശയാത്ര സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ നടക്കുവാനും, അതല്ല മക്കളുടെ വിദേശവാസമാണ് അല്ലെങ്കിൽ മക്കളുടെ വിവാഹമോ അതുമല്ലെങ്കിൽ സന്താന സൗഭാഗ്യം ഒന്നും ഇല്ലാത്തവരൊക്കെ ആയി വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വേദനകൾക്കൊക്കെ അറുതി വരുത്തുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയാലും അത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതും കൂടിയാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെയധികം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അവസരങ്ങൾ കിട്ടിയാൽ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാനും നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നതാണ്.
വളരെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതൊക്കെ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ വളരെയധികം ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അതിവേഗത്തിൽ തന്നെ എത്തിച്ചേരാൻ പോവുകയാണ്. അതായത് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഭവന നിർമ്മാണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയായിരിക്കാം, ഒരു ഗവൺമെൻറ് ജോലിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ജോലിയായിരിക്കാം. അത് അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തു പോകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുകൂലമായ സമയമാണ് ഇനി വരാനായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ട് പോവുക. അത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത ചില വ്യക്തികൾ മൂലമായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേഗം നടന്നു കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ദുഃഖത്തിന് ശമനം ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കാതെ ഭഗവാനെ പഴിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ചില സമയങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ മാത്രം ഭഗവാൻ നിവർത്തിച്ച് തരുന്നില്ലല്ലോ എന്നൊക്കെ ഇടയ്ക്ക് ഭഗവാനോട് പരിതപിക്കുന്ന ഒരു സ്വഭാവം ചില സമയങ്ങളിൽ നിങ്ങളിലേക്ക് വരാറുണ്ട്. കുശുമ്പും കുനുട്ടും ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രകൃതമല്ല നിങ്ങളുടേത്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. എന്തു തന്നെയായാലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും നിങ്ങളെ വിട്ട് വേഗം തന്നെ പോകുന്നതാണ്. കൂടാതെ ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. മാനസികമായി ദുഃഖിതരാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൽ നിന്നെല്ലാമായിട്ടുള്ള പ്രകടമായ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ ചെറിയ ബാല്യകാലത്തിലൊക്കെ നിങ്ങൾ വളരെയധികം അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളിലൊന്നും വീണു പോകുന്നവരല്ല നിങ്ങൾ. മനക്കരുത്ത് നിങ്ങൾക്ക് നല്ല പോലെയുണ്ട്. പ്രതിസന്ധികളിലൊക്കെ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എത്രമാത്രം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും അതിനൊന്നും യാതൊരു മടിയും ഇല്ലാതെ ചെയ്യുന്നവർ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾ മിടുക്ക് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന വിജയ ലക്ഷ്യവും ഒരുപക്ഷേ നിങ്ങളുടെ ഈ ഒരു സാമർഥ്യം തന്നെയായിരിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ കിടക്കുന്നുണ്ട് എങ്കിൽ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ച് സമയമെടുക്കുമെന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വല്ലാതെ കാടുകയറി ചിന്തിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്ത നിങ്ങളെ പലപ്പോഴും പല മാനസിക പ്രയാസങ്ങളിലേക്ക് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി ചിന്തിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളായാലും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഒക്കെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു കാടുകയറിയുള്ള ചിന്ത തന്നെ പല കുഴപ്പങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് നന്മകളുള്ള വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ മറ്റുള്ളവർക്ക് എന്താപത്ത് വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി വളരെ മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായി തന്നെ ചെയ്തു തീർക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നവർ കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം ഭഗവാൻ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നിവർത്തിച്ചു തരുന്നതാണ്. യാതൊരു കള്ളത്തരവുമില്ലാതെ മനസ്സ് ശുദ്ധമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ഇത്രയുമാണ് നിങ്ങൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.